പ്രധാന വാർത്തകളുമായി അവർ TV 24/7. തലസ്ഥാനത്തെ നടുക്കി കൂട്ടക്കൊല, കൊടും ക്രൂരതയിൽ വിറങ്ങലിച്ച് നാട്. ഫർസാനയുടെ മൃതദേഹം സംസ്കരിച്ചു. വെഞ്ഞാറമൂട്ടിൽ അഫാൻ എന്ന 23-കാരന്റെ കൊലവരയ്ക്ക് ഇരയായവർക്ക് നാടിന്റെ യാത്രാമൊഴി. അഫാന്റെ പെൺസുഹൃത്തായ ഫർസാനയുടെ സംസ്കാരം ചിറയൻകീഴ് കാട്ടുമുറാക്കൽ ജുമാ മസ്ജിദിൽ നടത്തി. പുതൂരിലെ വീട്ടിൽ എത്തിച്ച ശേഷമാണ് പിതാവിന്റെ വീടായ ചിറയൻകീഴിലേക്ക് കൊണ്ടുപോയത്. മുഹമ്മദ് അൽ സുദൈരി രാജകുമാരൻ അന്തരിച്ചു. സൗദി അറേബ്യയിലെ ജിസാൻ പ്രവിശ്യ മുൻ ഗവർണർ മുഹമ്മദ് ബിൻ തുർക്കി അൽ സുദൈരി രാജകുമാരൻ അന്തരിച്ചു. മക്കയിലെ ഹറമിൽ ഇന്ന് വൈകിട്ട് അസർ നമസ്കാരാനന്തരം മയ്യിത്ത് സംസ്കാരം പൂർത്തിയാക്കി മൃതദേഹം മക്കയിൽ കബറടക്കും. 1977 മുതൽ 2001 വരെ 25 വർഷം ജിസാൻ ഗവർണറായിരുന്നു. ഗൾഫിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ദുബായിലേക്കുള്ള ശുദ്ധ ഊർജ കയറ്റുമതി അടുത്ത ഏപ്രിൽ ആരംഭിക്കും. ഹത്തയിലെ പമ്പ് സ്റ്റോറേജ് ജലവൈദ്യുത നിലയം 2025 ഏപ്രിലിൽ ദുബായിലേക്ക് ശുദ്ധമായ ഊർജം കയറ്റുമതി ചെയ്യാൻ തുടങ്ങുമെന്ന് ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി MDയും CEOയുമായ സെയ്ദ് മുഹമ്മദ് അൽ തായർ പ്രഖ്യാപിച്ചു. ഇറ്റലി സന്ദർശന വേളയിൽ UAE രാഷ്ട്രപതി ഇറ്റാലിയൻ രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തി. UAEയും ഇറ്റലിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ഇരു രാജ്യങ്ങളുടെയും തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെയും ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് പങ്കിട്ട പ്രതിബദ്ധതയെക്കുറിച്ചും UAE രാഷ്ട്രപതി ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും ഇറ്റലി പ്രസിഡന്റ് സെർജിയോ മാട്രല്ലയും ചർച്ച ചെയ്തു. അഹമ്മദ് സൈനൂർ അറബ് ഹോപ്പ് മേക്കർ. 5ാമത് അറബ് ഹോപ്പ് മേക്കറായി മൊറോക്കൻ സ്വദേശി അഹമ്മദ് സൈനൂണിനെ തിരഞ്ഞെടുത്തു. കൊക്കക്കോള അരീനയിൽ നടന്ന പ്രൗഢഗംഭീര ചടങ്ങിൽ UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം വിജയിയെ കിരീടം അണിയിച്ചു. സുപ്രീം കൗൺസിൽ യോഗത്തിൽ അമീർ അധ്യക്ഷത വഹിച്ചു. സാമ്പത്തിക നിക്ഷേപം സംബന്ധിച്ച് പരമോന്നത സമിതിയായ സുപ്രീം കൗൺസിലിന്റെ ഈ വർഷത്തെ ആദ്യ യോഗം ചെയർമാൻ കൂടിയായ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനിയുടെ അധ്യക്ഷതയിൽ അമീരി ദിവാനിൽ ചേർന്നു. പ്രവാസികൾക്ക് വെറും 10 സെക്കൻഡിനുള്ളിൽ വിസ പുതുക്കാം. സലാല AI പ്ലാറ്റ്ഫോമുമായി ദുബായിലെ പ്രവാസികൾക്ക് ഇനി നിമിഷ നേരം കൊണ്ട് വിസ പുതുക്കാം, വിസ റദ്ദാക്കാം. ദുബായിലെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫേഴ്സ് സലാമ എന്ന പേരിൽ പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്ലാറ്റ്ഫോം പുറത്തിറക്കിയതോടെയാണ് ഈ സൗകര്യം ലഭ്യമാകുന്നത്. അഷ്ഫഖ് അലിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്. കണ്ണൂർ തിരുവട്ടൂർ സ്വദേശി അഷഫഖ് അലി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിന് അർഹനായി. അരമണിക്കൂറിനുള്ളിൽ 5 രാജ്യങ്ങളുടെ രാഷ്ട്രപിതാക്കന്മാരെ വരച്ചതിനാണ് ഈ അപൂർവ നേട്ടം. ആഗോള റാങ്കിൽ മികവോടെ UAE സർവകലാശാലകൾ. ആഗോള റാങ്കിങ്ങിൽ UAE സർവകലാശാലകൾ മികവിന്റെ ഉയരങ്ങളിൽ. അധ്യാപന ഗുണനിലവാരം, ഗവേഷണം, രാജ്യാന്തര വിദ്യാഭ്യാസ സഹകരണം, നിക്ഷേപം എന്നീ ഘടകങ്ങൾ അടിസ്ഥാനമാക്കി നടത്തിയ സർവേയിലാണ് UAEയിലെ സർവകലാശാലകൾ മികവ് കാട്ടിയത്. തിരുവനന്തപുരം ജില്ലാ പ്രവാസി സംഘടന പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. ടെക്സാസ് ദുബായ് ഫെബ്രുവരി 23, 2025 സീ ലോഡ് റെസ്റ്റോറന്റിൽ വെച്ച് നടന്ന മീറ്റിംഗിൽ വെച്ച് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. വൈസ് പ്രസിഡന്റായി സീനിയർ അംഗമായ അഡ്വക്കേറ്റ് ശ്രീമതി ഗിരിജ, ജോയിന്റ് സെക്രട്ടറി ആയി ശ്രീ അരുൺ, ജോയിന്റ് ട്രഷററായി ശ്രീ നൌഫൽ എന്നിവരെ തിരഞ്ഞെടുത്തു. പാർക്കിംഗ് സമയം ദീർഘിപ്പിച്ച് ഷാർജ നഗരസഭ. റംസാനിൽ പാർക്കിംഗ് സമയം ദീർഘിപ്പിച്ച് ഷാർജ നഗരസഭ. രാവിലെ 8 മുതൽ അർദ്ധരാത്രി വരെ പാർക്കിങ്ങിന് ഫീസ് അടയ്ക്കണം. ഇതേസമയം ആരാധനാലയങ്ങളിൽ പ്രാർത്ഥനയ്ക്കെത്തുന്നവർക്കായി സമീപ പ്രദേശങ്ങളിൽ സൗജന്യ പാർക്കിംഗ് സജ്ജമാക്കിയിട്ടുണ്ട്. പോകാം സ്പോർട്സ് വാർത്തകളിലേക്ക്. ലാലിഗ സെവിയ മല്ലോർക്ക മത്സരം സമനിലയിൽ. കേച്ചേരിയൻസ് ഫുട്ബോൾ വാസ FC ജേതാക്കൾ. തൃശൂർ ജില്ലയിലെ കേച്ചേരിയുടെയും 18 ദേശങ്ങളുടെയും കൂട്ടായ്മയായ കേച്ചേരിയൻസ് ഹാർമണി ഫുട്ബോൾ ടൂർണമെന്റിൽ വാസ FC സീനിയർ ജേതാക്കളായി. ബംഗ്ലാദേശിനെതിരെ 5 വിക്കറ്റ് വിജയം. ന്യൂസിലാൻഡും ഇന്ത്യയും സെമിയിൽ. ഉജ്ജ്വലമായ ലോങ് റേഞ്ചർ ഗോളുമായി വെട്ടർ താരം ലൂക്ക മോഡ്രിച്ച് ജിറോണ FCയെ 2-0 വീഴ്ത്തി റയൽ മാഡ്രിഡ്. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോളിലും കേരള ബ്ലാസ്റ്റേഴ്സിന് തോൽവി. കോവളം FC 2-1 തോൽപ്പിച്ചു. രഞ്ജി ഫൈനൽ നാളെ. കേരള ടീം നാഗ്പൂരിലെത്തി. സൽമാൻ നിസാർ പൂർണ്ണ ആരോഗ്യവാൻ. സഞ്ജു കളിക്കില്ല. ഈ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. വാർത്തകളും വിശേഷങ്ങളുമായി
വീണ്ടും കാണാം. This news brought to you by Lucky Center and Lucky Department Store, Ajuman.